ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും പരമസുഖം. നവരാത്രിക്ക് തുടങ്ങി അമ്പലങ്ങളിലും വീടുകളിലൊക്കെ കൊലു എല്ലാ വിശേഷങ്ങളുമാണല്ലേ. ഇവിടെ ഞങ്ങൾക്കിവിടെ നവരാത്രിക്ക് നല്ല വിശേഷം. 2 മണി 2:30 മണി വരെയൊക്കെ ഗർബ ഡാൻസ്. ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല, പക്ഷെ പോയി കാണും. വീഡിയോ എടുത്തിട്ടുണ്ട്, 1 by 1 കുറച്ചായിട്ട് അതിൻ്റെ സീക്വൻസ് ഇടാം. കാരണം ഫേസ് കാണാണ്ട് ഇടണമല്ലോ, ഇനി അതൊരു പ്രോബ്ലം ആവാൻ പാടില്ല. അതുകൊണ്ട് അതിനനുസരിച്ച് എഡിറ്റ് ചെയ്തിട്ട് വേണം അതിടാൻ. ഇതിപ്പോൾ ഞാനപ്പോൾ അതിന് മുമ്പ് 2 ദിവസം മുമ്പ് ഉണ്ടാക്കിയതാണ്. നോൺ വെജാണ്. 9 ഡേയ്സിലും ഞങ്ങൾ നോൺ വെജ് ഉണ്ടാക്കാറില്ല, ഫുൾ വെജിറ്റേറിയൻ ആയിരിക്കും. അപ്പോൾ ഇത് ചിക്കൻ സോസേജ് വെച്ചിട്ട് ഒരു പുട്ട് സാൻഡ്വിച്ച്. ഫസ്റ്റ് ടൈം ഞാൻ ഉണ്ടാക്കുമ്പോൾ വളരെ നന്നായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടപ്പോൾ പിന്നെ അതൊരു സ്ഥിരമായി ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ അതിൽ ചെമ്പാവരി പുട്ട് അതിൻ്റെ പുട്ടുകൊണ്ട് ഉണ്ടാക്കുന്ന ഇതും കൂടി നല്ല കോമ്പിനേഷനാണ്, വെരി ടേസ്റ്റി. അതാണ് ഏറ്റവും ഇഷ്ടം. ആ ചെമ്പാവരി പുട്ട് പൊടി കിട്ടിയപ്പോഴാണ് ഈ ചിക്കൻ ഉണ്ടാക്കുക. അല്ലെങ്കിൽ സാധാരണ പുട്ടും കടലയും, അല്ലെങ്കിൽ എഗ് മസാല, അല്ലെങ്കിൽ ചിക്കൻ കറി, വെജിറ്റബിൾ കറി, അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് പുട്ടിൻ്റെ കൂടെ സാധാരണ. ഇതിപ്പോൾ ആ ചെമ്പാവരി അരി കിട്ടിയപ്പോൾ ഉണ്ടാക്കിയതാണ് പുട്ട്. ഞാൻ ഇതിന് മുമ്പ് 2 മാസം മുമ്പ് ഉണ്ടാക്കിയതാണ്. അതുവരെ എനിക്ക് ഈ അരി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ നമുക്ക് കേരള സ്റ്റോറുണ്ട്, അപ്പോൾ അവരോട് പറഞ്ഞിട്ട് പ്രാവശ്യം കിട്ടി. അതിൻ്റെ ചെമ്പാവരി പുട്ട് ഭയങ്കര ടേസ്റ്റിയാണ്. ഏറ്റവും ഇഷ്ടം എനിക്ക് അതിൻ്റെ പുട്ടാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ സോസേജും സാൻഡ്വിച്ച് പുട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ഉള്ളി, തക്കാളി, പച്ചമുളകൊക്കെ വളരെ ചോപ്പ് ചെയ്ത് വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊരു ചോപ്പർ ഉണ്ടെങ്കിൽ വളരെ സുഖമാണ്. ഇത് അത്രയ്ക്കൊന്നും കോസ്റ്റ്ലി അല്ല, വളരെ 599 അങ്ങനെ എന്താ ഉണ്ട്. ഇവിടെ ബിഗ് ബാസ്ക്കറ്റ് പറഞ്ഞിട്ടൊരു ഓൺലൈൻ ടാറ്റ ഗ്രൂപ്പിൻ്റെ ഉണ്ട്, അപ്പോൾ അത് അതിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലും ബിഗ് ബാസ്ക്കറ്റൊക്കെ വരാൻ തുടങ്ങിയിട്ട് തോന്നുന്നു. കോയമ്പത്തൂർ കണ്ടു. എനിക്കിപ്പം കേരളത്തിൽ എനിക്ക് അറിയില്ല. അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും, എവിടെയാണ്, ഏത് ഭാഗത്താണ് ഉള്ളത്, കൊച്ചിയിലാണോ, ട്രിവാൻഡ്രത്താണോ, തൃശ്ശൂരാണോ. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയതാണ് ഇത്. ഈ ചോപ്പർ വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ കുറച്ച് ഒരു ഉള്ളി അല്ലെങ്കിൽ ഒരു തക്കാളി ഒക്കെ ഇടുമ്പോൾ നമുക്ക് ചോപ്പ് ചെയ്യാൻ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടും, എളുപ്പമാണ്. അപ്പോൾ അത് നന്നായിട്ട് അങ്ങനെ ഫൈനലി ചോപ്പ് ചെയ്തിട്ട് കുറച്ച് എണ്ണയിൽ അതൊക്കെ കൂടി ഒന്ന് സോട്ടേ ചെയ്യാം വിത്ത് എല്ലാ മസാലപ്പൊടികളും. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു 2-3 സെക്കൻഡ് അതൊന്ന് ആ ഒരു പച്ചമണം മാറാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 by 1 ഉപ്പ്, കൊറിയാണ്ടർ പൗഡർ, ചില്ലി പൗഡർ, ജീര പൗഡർ, കുറച്ച് ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല. അപ്പോൾ അതിനിടയിൽ എൻ്റെ മുളക് പൊടി കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കിയിരുന്നു. തൻ്റെ മുളക് പൊടി എന്താണോ ഇങ്ങനെ കറുത്തുകൊണ്ടിരിക്കണതാണ്. അത് ആക്ച്വലി ഞാൻ പൊടിച്ചത് തന്നെ, പക്ഷേ അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടി ഇട്ട് പൊടിച്ചതുകൊണ്ടാണ് ആ നിറം. അല്ലാതെ അത് കറുത്തത് വറവ് ജാസ്തിയായിട്ടല്ല. അതിൻ്റെ കൂടെ എപ്പോഴും കറിവേപ്പില നമ്മളെടുത്ത് കളയുകയല്ലേ ചെയ്യുക കറിയിലൊക്കെ ഇട്ടാൽ. അപ്പം അതിന് പകരം നന്നായിട്ടൊന്ന് എയർ ഫ്രയറിൽ വെച്ച് 2 മിനിറ്റ് വെച്ചിട്ട് അതിനെ പൊടിച്ചെടുത്തതാണ്. അത് എന്നിട്ട് മുളക് പൊടിയിൽ മിക്സ് ചെയ്തു. മുളകും ഞാൻ അങ്ങനെയാണ് എയർ ഫ്രയറിൽ 3 to 4 മിനിറ്റ് വെച്ച് ഒന്ന് ഇതാക്കിയിട്ടാണ് ഫ്രൈ ചെയ്തിട്ട് ആണ് പൊടിച്ചെടുത്തത്. അത് ഇതും കൂടിയിട്ട് മിക്സ് ചെയ്തപ്പോൾ അതിൻ്റെ കളർ അങ്ങനെ ആയതാണ്. അല്ലാതെ അത് എന്താ പറയുക, ഫ്രൈ ചെയ്ത് കരിയിപ്പിച്ചതല്ല. അപ്പോൾ മനസ്സിലായില്ലേ, അതാണ് അതിൻ്റെ നിറം. പിന്നെ അതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന്
ഒരു 3-4 മിനിറ്റ് ആ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് സോട്ടേ ചെയ്തിട്ട് ഒരു മുട്ട അതിൽ പൊട്ടിച്ചൊഴിച്ച് ചിക്കി പൊരിക്കുക. എന്നിട്ടാണ് പിന്നെ സോസേജ് കട്ട് ചെയ്ത് തിന്നായിട്ട് കട്ട് ചെയ്ത് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് സോസേജും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിച്ചാൽ ആ മസാലകളൊക്കെ അതിലിങ്ങനെ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. നല്ലൊരു സോഫ്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി കിട്ടും നമുക്ക്. പിന്നെ ആസ് യൂഷ്വൽ ഞാൻ ഇവിടെ ഉണ്ടാക്കിയ പുട്ട് ചിരട്ടപ്പുട്ട്, ഒരു സ്റ്റീലിൻ്റെ ഒരു ചിരട്ടയുടെ ഷേപ്പിൽ നമുക്ക് കുക്കറിൻ്റെ വിസിൽ അതിൻ്റെ മോൾ ഭാഗത്ത് വെച്ചിട്ടുണ്ടാക്കില്ലേ, അങ്ങനെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് കുറച്ച് തേങ്ങ ആദ്യം അടിയിൽ വയ്ക്കും, പിന്നെ കുറച്ച് പുട്ട് നനച്ചത്, പിന്നെ അതിൻ്റെ മേലെ ഈ സോസേജ് മസാല, പിന്നെ അഗെയിൻ പുട്ട്, then കുറച്ച് നാളികേരം. എന്നിട്ട് അതിന് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ 2 പൊടികളുടെ ഇടയിലും ഈ സോസേജ് വെച്ചതുകൊണ്ടാണ് അതിന് ഞാനിട്ട പേരാണ് പുട്ട് സാൻഡ്വിച്ച്. എങ്ങനെയുണ്ട് ഐഡിയ? നന്നായിട്ടുണ്ടോ? ടേസ്റ്റ് അപാരമാണ് കേട്ടോ, കഴിച്ചു നോക്കും എന്തായാലും. അതിന് പകരം എന്ത് മുട്ടാലും നല്ല ടേസ്റ്റാണ്. ഞാൻ പനീരിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പനീർ ഇൻ ദ സെൻസ് ടോഫൂൽ സോയ മിൽക്കിൽ നിന്നുണ്ടാക്കിയ പനീരാണ് ടോഫു. അതിലുണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ്. സോയ ചങ്ക്സ് ഇനി അടുത്തതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഈ ചെമ്പാവരി പുട്ട് 2-3 പാക്കറ്റ് വാങ്ങിയതുകൊണ്ട് അത് കഴിയണവരെ ഇനി ഈ പുട്ട് തന്നെ ആയിരിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്, ഒന്ന് ഉണ്ടാക്കി നോക്കാം. എങ്ങനെയുണ്ട് എൻ്റെ പുതിയ ഐഡിയ? ആരെങ്കിലും ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഓണത്തിനെല്ലാവരും സിനിമകളൊക്കെ കണ്ടോ? ലാലേട്ടൻ്റെയും കല്യാണിയുടെയൊക്കെ നന്നായിട്ടുണ്ടല്ലേ? എനിക്കിഷ്ടപ്പെട്ടു 2 സിനിമയും, വളരെ നല്ല സിനിമ. ഇവിടെ ചില സിനിമകളൊക്കെ വരും, അപ്പം മസ്റ്റായിട്ടും കാണും, ഒരിക്കലും അത് മിസ് ചെയ്യാറില്ല. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ കൊച്ചു ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഓഫ് കോഴ്സ് ഷെയർ ചെയ്യണം, ദെൻ കമൻറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.